ഒരു ഐഡിയോളജിക്കൽ ബാഗേജ് ഇല്ലാത്ത ഒരു പാർട്ടിയാണ് വിജയുടെ പാർട്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരണം നടക്കുന്നത് ബി ജെ പിക്കെതിരായിട്ടാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം, കരിക്കുലത്തിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ PM ശ്രീയിലൂടെ ശ്രമിക്കുന്നു. അപ്പോൾ കേരളത്തിലെ 3 MLA-മാർ പ്രതിപക്ഷത്തെ 3 MLA-മാരാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ഇടപെടലുകളിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഈ ഗവൺമെൻറ് ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. സുരേഷ് ഗോപിയുടെ സഹായം കേരളത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ ഈ സർക്കാർ ശ്രമിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഗുണമായിരിക്കും. തുറമുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ ആ പരിപാടിയിൽ മുരളീധരനെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സമീപനം എടുത്തു. തമിഴ്നാട്ടിൽ ശ്രീ വിജയ് ചീഫ് മിനിസ്റ്റർ വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതും അവിടെ ഒരു വിജയത്തിലേക്ക് എത്തുന്നതും ഒക്കെ വരുന്നത്. അപ്പം ഈ കുറഞ്ഞ കാലം കൊണ്ടും നമുക്ക് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനൊരു സിനിമാ നടൻ, സിനിമാ താരം എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. എങ്കിൽ പോലും കുറച്ച് കാലം കൊണ്ട് ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ റിസൾട്ട് കൊണ്ടെത്തിച്ചു. അപ്പോൾ സാറ് പറഞ്ഞാൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം എന്ന് പറയുന്നത് അത്രയും പീരീഡ് വേണമോ എന്നാണോ ഇപ്പോഴും സാറ്? അല്ല, ഇതിലിപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ BJPയുടെ ഒരു വലിയ റോൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഇതും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ വിജയം പൂർണ്ണമായിട്ടും BJPയുടേതാണെന്ന് ഇന്നിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം BJPയുടേതായിരുന്നെങ്കിൽ അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ അതിനടുത്തെത്തുന്ന ഒരു ഇതുണ്ടാവണമായിരുന്നു. അതുണ്ടായില്ല. അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തെ വിലയിരുത്തുമ്പോൾ ജനങ്ങൾ ഒരു തവണ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ആ മാറ്റത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇതേപോലെ വിജയ്ക്ക് വേണ്ടിയിട്ടും ആൾക്കാർ അവിടെ 2 മുന്നണികളെയും ജനത്തിനും അടുത്തു. ADMKയും DMKയും ഇവർ രണ്ടുപേരും തമ്മിൽ മറ്റു പല കാര്യങ്ങളിലും വലിയ വ്യത്യാസമില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ ജനങ്ങൾ വേറൊരു ശക്തിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ വിജയ്യെ സപ്പോർട്ട് ചെയ്തു. ഇനി വിജയ് ഡെലിവറി ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇനി വരാൻ പോകുന്നത് ഭാവി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തവണ ജയിക്കുക എന്ന് പറയുന്നത്, പിന്നെ ഒരു ഐഡിയോളജിക്കൽ ബാഗേജ് ഇല്ലാത്ത ഒരു പാർട്ടിയാണ് വിജയുടെ പാർട്ടി. ഇപ്പോൾ നമ്മുടെ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ സാമാന്യ വിദ്യാഭ്യാസമുള്ള കുറേ ആളുകൾ, അല്ലെങ്കിൽ ക്ലീൻ സ്ലേറ്റ് തുടങ്ങുന്ന ആളുകൾ. അപ്പോഴും വിജയുടെ പാർട്ടിയും സാമ്പത്തികമായിട്ടൊക്കെ ധാരാളം തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ രീതികൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഗിഫ്റ്റും മറ്റതൊക്കെ കൊടുക്കുന്ന ഒരു രീതിയാണ് തമിഴ്നാട്. അത് വിജയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതില്ലാതെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എനിക്കതിൻ്റെ വസ്തുത അന്വേഷിക്കേണ്ടി വരും. പക്ഷേ ഇതൊരു ഒരു ഒരു ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. അതെ, മാറ്റം ആഗ്രഹിക്കുമ്പോൾ വിജയ്ക്ക് എതിരായിട്ട് പറയാനൊന്നുമില്ലായിരുന്നു വിജയ് മത്സരിക്കുന്ന ഘട്ടത്തിൽ. അതെ, മുമ്പൊന്നും ചെയ്തിട്ടില്ല, മുമ്പത്തെ ക്ലീൻ സ്ലേറ്റാണ്. BJPക്ക് ആ ഒരു സാഹചര്യത്തിൽ BJPക്ക് വരാൻ പറ്റില്ല. കാരണം BJPയെ കുറിച്ച് പറയാൻ മറ്റ് 2 കൂട്ടരും BJP ഇല്ലാതിരുന്ന കാലം തൊട്ടൊരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. അതെ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരണം നടക്കുന്നത് BJPക്കെതിരായിട്ടാണ്. എനിക്കൊരു കാര്യം പറയുന്നത് സാർ, ഈ BJP എപ്പോഴും കോർണർ ചെയ്യുന്നത് ഹിന്ദുത്വവാദത്തിൻ്റെ പേരിലാണ്, ഈ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും. പക്ഷേ അതല്ല BJPയെ കോർണർ ചെയ്യാനുള്ള കാര്യങ്ങൾ. മറ്റ് ആദർശപരമായ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ മാത്രമേ BJPയെ നിങ്ങൾക്ക് നേരിടാൻ കഴിയൂ എന്ന് പൊതുസമൂഹം പലപ്പോഴും, അതായത് നിഷ്പക്ഷരായിട്ടുള്ള പല രാഷ്ട്രീയ നിരീക്ഷകരും ചർച്ച ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനൊരു ആക്രമണം അല്ലെങ്കിൽ അങ്ങനൊരു ഒരു ആരോപണങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് മറ്റു പാർട്ടികൾ പോയാൽ BJP എങ്ങനെ അതിനെ തരണം ചെയ്യും? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP എന്താണോ അതിൻ്റെ പേരിലല്ല BJPക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നത്. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള 2 ആരോപണങ്ങൾ, 2 ആക്ഷേപങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് PM ശ്രീ, 2 FCRA. ഈ PM ശ്രീയെക്കുറിച്ച് എല്ലാ പാർട്ടികളും, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം,
കരിക്കുലത്തിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ PM ശ്രീയിലൂടെ ശ്രമിക്കുന്നു. PM ശ്രീ കരിക്കുലമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. PM ശ്രീ സ്കൂള് എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്ന സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക കരിക്കുലം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടേയില്ല. രാജ്യത്തെ 14.5 ലക്ഷം സ്കൂളുകളിൽ 100-1 സ്കൂളുകൾ 14,500 സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അവരെ മെൻറ്റർ സ്കൂളുകളാക്കിയിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ. അവിടെ നല്ല സൗകര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് ഒരു സ്കൂള് വളരെ നല്ല രീതിയിൽ മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നടക്കാവ് ഗേൾസ് ഹൈസ്കൂൾ കോഴിക്കോട്. നടക്കാവ് ഗേൾസ് ഹൈസ്കൂൾ നമ്മുടെ ഗൾഫിൽ ബിസിനസ്സുള്ള അദ്ദേഹം അവിടെ ഒരു ഫൗണ്ടേഷൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരും അവിടുത്തെ ലോക്കൽ MLAയും ചേർന്ന് അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ധാരാളം വർക്ക് ചെയ്തു. സ്കൂളിൻ്റെ അതിനുള്ള ഒരു സയൻറ്റിഫിക് ഗൈഡൻസ് അദ്ദേഹം കൊടുത്തു. കുറച്ച് പൈസ MLA ഫണ്ടിൽ നിന്ന് ചിലവാക്കി, കുറച്ച് പൈസ ബാക്കിയുള്ളതിൽ നിന്ന് ചിലവാക്കി. അങ്ങനെയൊക്കെ ആയിട്ട് ആ സ്കൂളിൻ്റെ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ നിലവാരം ഉയർത്തി. അപ്പോൾ എന്ന് വെച്ചാൽ ആ സ്കൂളിലേക്ക് വലിയ റഷായി ആ സ്കൂളിൽ പഠിക്കാൻ. അപ്പം മറ്റുള്ള സ്കൂളുകളൊക്കെ ഇതിനെ മോഡൽ ചെയ്തിട്ട് ശ്രമിക്കാൻ തുടങ്ങി. ഇതേപോലെ മെൻറ്റർ സ്കൂളുകളായിട്ട് ഈ സ്കൂളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയാണ്, ഇതേപോലെ ആവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ ശ്രമിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം അതായിരുന്നു. പക്ഷേ ഇവിടെ നടക്കുന്ന പ്രചരണം കരിക്കുലം മാറ്റാൻ പോകുന്നു, ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങളോട് അനുവദിക്കണമെന്നേ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അനുവദിക്കണം എന്ന് ആരും ആവശ്യപ്പെട്ടില്ല. പിന്നെ ഇതിൽ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രി അടക്കം പറയുന്നത് എന്താ, കേരളത്തിൽ നിന്ന് PM ശ്രീ സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ അനുവദിച്ചില്ല, ഞങ്ങൾ തന്നെ തിരഞ്ഞെടുക്കും. കേന്ദ്ര സർക്കാർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ തിരഞ്ഞെടുക്കണം. കേരള സർക്കാരിനോട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ല, നിങ്ങൾ തിരഞ്ഞെടുത്ത് തന്നോളൂ, PM ശ്രീ ആ സ്കൂളുകളിൽ നടപ്പിലാക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളിലാണ് നടപ്പിലാക്കുക. പക്ഷേ ഇല്ലാത്ത ഒരു ഭൂതത്തെ സൃഷ്ടിച്ചിട്ട് അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ BJPയെ ചിത്രീകരിക്കുന്നത് ഇതുപോലെയാണ്. FCRAയിൽ മതപരമായിട്ടുള്ള വിവേചനമാണ് ആരോപിക്കുന്നത്. FCRAയിൽ മതമേ ഇല്ല. FCRAയിൽ എവിടെയും മതത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. FCRAയിൽ മതം ആദ്യമായിട്ട് വരുന്നത് 2010. 2010 മൻമോഹൻ സിംഗ് സർക്കാരാണ് മതപരമായിട്ടുള്ള പ്രലോഭനങ്ങളിലൂടെ മതം മാറ്റം നടത്തിയ ആളുകൾ ബന്ധപ്പെട്ടിട്ടുള്ള ട്രസ്റ്റുകൾക്കും സംഘടനകൾക്കും FCRA കിട്ടുന്നത് സർക്കാർ പരിശോധിക്കുമെന്ന് തീരുമാനമെടുത്തത്. ഞങ്ങളല്ല, അതിനെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പോൾ ഈ തരത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FCRA നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് എന്നുള്ള പ്രചരണം. ഇപ്പം മണിപ്പൂരിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കേരളത്തിൽ നടന്നൊരു പ്രചരണം, വേറെ എവിടെയും ഈ പ്രചരണം നടന്നില്ല. ഇപ്പം മണിപ്പൂരിൽ നടന്ന പ്രചരണം പോലെ മണിപ്പൂരിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഉണ്ടാക്കിയില്ല. കാരണം അവിടെയൊക്കെ BJP വേണ്ടി ജയിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിൽ മണിപ്പൂരിൻ്റെ പേരിൽ CPM കോൺഗ്രസും വലിയ പ്രചരണം നടത്തി. അത് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു പരിധി വരെ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇവർ രണ്ടുപേരും കൂടി സൃഷ്ടിച്ച് അതിനെതിരായിട്ടാണ് അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ജനവിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. അവർക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഞങ്ങളുടെ പരിമിതി. ഞങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ 140 പേരിൽ ഞങ്ങൾ 3 പേരാണുള്ളത്. ഞങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന സമയം 3 മിനിറ്റാണ്. 3 മിനിറ്റിൽ ഞങ്ങൾ എന്ത് പറയും? അവർക്ക് കിട്ടുന്ന സമയം 1 മണിക്കൂർ 77 മിനിറ്റാണ്. അല്ല 2 മണിക്കൂർ 57 മിനിറ്റ്. 3 മണിക്കൂർ നേരത്തെ ചർച്ചയിൽ ഞങ്ങൾക്ക് 3 മിനിറ്റ് കിട്ടും. 2 മണിക്കൂർ 57 മിനിറ്റ് ബാക്കിയുള്ളവരും. ഞങ്ങൾ 3 മിനിറ്റ് പറയുന്നതിനെ കൗണ്ടർ ചെയ്യാൻ അവർക്ക് 2 മണിക്കൂർ 57 മിനിറ്റ് കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് എത്ര കൗണ്ടർ ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഈവൻ ഒരു അരമണിക്കൂർ കിട്ടിയെന്നിരിക്കട്ടെ, ഞങ്ങൾ കൗണ്ടർ ചെയ്തേനെ. അവർ പറയുന്ന 2.5 മണിക്കൂർ പറയുന്നതിനെ ഞങ്ങൾ അരമണിക്കൂർ കൗണ്ടർ ചെയ്തേനെ. ഞങ്ങൾക്ക് 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സ്പീക്കറുടെ ചുമതല, സ്പീക്കറുടെ പേഴ്സണലായിട്ടല്ല ഞാൻ പറയല്ല, സ്പീക്കർ അവിടെയുള്ള നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് നിർത്തണം എന്ന് പറയും. പ്ലീസ് കൺക്ലൂഡ്.
എന്ന് പറയും. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. അല്ല, ഈ കാര്യങ്ങൾ നമുക്ക് പുറത്ത് നമുക്ക് സംസാരിക്കാൻ അല്ല, കഴിയും. പുറത്ത് പറയാം. പക്ഷെ പുറത്ത് പറയുന്നതിന് മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ ഇതിലൂടെ ഇതിലും ഇതിൻ്റെയൊക്കെ ഒരു ബയസ് അവിടെയുണ്ടല്ലോ. ഇതിപ്പോൾ നിയമസഭയിൽ പറയുന്നില്ല എന്ന് മാത്രമല്ല, പുറത്ത് ഞങ്ങൾ പറയുന്നതും കേരളത്തിൽ ആർക്കാ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ കവറേജ് കിട്ടുക? മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും CPM-ൻ്റെ സെക്രട്ടറിക്കും. അത് കഴിഞ്ഞിട്ട് BJP പ്രസിഡന്റിന് കിട്ടുള്ളൂ. അപ്പം മാധ്യമങ്ങളിൽ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് നേരിട്ട് ഇറങ്ങി, അങ്ങനെയാണല്ലോ ഇതിപ്പോൾ 3 MLA-മാർ വരെ ആയിരിക്കുന്നത്. അതെ അതെ അതെ. അത് വരും. ഈ ശരിക്കും പറഞ്ഞാൽ പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ സങ്കടങ്ങളിൽ ഒന്ന് ഇതാണോ? അത് സാറ് വ്യക്തിപരമായി അനുഭവിക്കുന്ന ചില സങ്കടങ്ങൾ, ഒരു പൊതുപ്രവർത്തകൻ എന്തായാലും സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? പൊതുപ്രവർത്തകൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടും ഉണ്ടാവാം, അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തനത്തിലൂടെ ഉണ്ടാവാം. അല്ല, പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകനെ സംബന്ധിച്ചോളം പൊതുപ്രവർത്തകൻ്റെ സങ്കടം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സങ്കടമാണ്. എന്നെ സംബന്ധിച്ചുള്ളതാണ്. എനിക്ക് അതിനപ്പുറത്ത് വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങളൊന്നുമില്ല. വ്യക്തിപരമായ സങ്കടങ്ങളില്ല, ഒന്നുമില്ല. അങ്ങനെ ആകാൻ കഴിയും. അതിൽ കാരണം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ വൈഫിൻ്റെ പേര് ജയശ്രീ. അതെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ വേറെ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പല സ്ഥലത്ത് പോകുമ്പോൾ, ഇന്നലെ എന്നെ കാണാൻ ഒരു സ്ത്രീ വന്നു. അവരുടെ ഭർത്താവ് മരിച്ച് 5 ദിവസമേ ആയിട്ടുള്ളൂ. മകൻ +1 പഠിക്കുന്നു. അവർക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി. കഴിഞ്ഞ മാസം വരെ തിരിച്ചടവ് കൃത്യമായിട്ട് നടത്തിയ ഒരാളാണ്. അപ്പോൾ അവർ ആകെ പകച്ച് നിൽക്കുകയാണ്. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? കഴിഞ്ഞ ദിവസം വേറൊരു വീട്ടിൽ പോയപ്പോൾ ആ കുടുംബത്തിൽ ഇതേപോലെ ഭർത്താവ് മരിച്ചു, ഭാര്യയും 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകളും മാത്രമേ ഉള്ളൂ. എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? വലിയ ജീവിതം മുന്നിൽ ഇങ്ങനെ ഒരു വലിയ ഇതായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഒരു വഴിയില്ലാത്ത ഇതാണ്. ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങളാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ മനസ്സിൽ ഉള്ള സങ്കടം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതിന് ഇപ്പം ഞാനിപ്പോൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവരുടെ കടബാധ്യത ഒരു ദിവസം ഇല്ലാതാക്കാൻ പറ്റില്ല. നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ടാവും. ഒരുപക്ഷെ പിന്നെ കടമെടുത്ത ആൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര ശതമാനം ഒഴിവാക്കി കിട്ടും, അവരുടെ ലീഗൽ നോമിനീസ് അടക്കേണ്ടി വരുമോ, അവർക്ക് ഭൂമിയില്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ പക്ഷേ ഇതെല്ലാം ആ കുടുംബത്തിലുള്ള ആ ഫാമിലി തന്നെ നോക്കണമല്ലോ. ഇതുപോലത്തെ പല പ്രശ്നങ്ങൾ, ജെന്യുവിനായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നിലവിലുള്ള സിസ്റ്റത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങൾ. ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണല്ലോ സാർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത് പൊളിച്ചെഴുതണം, ഇതിൻ്റെ ചില കാലഹരണപ്പെട്ട ചില കാര്യങ്ങളുണ്ട് എന്ന് തോന്നിയിട്ടുള്ള. അല്ല, പൊളിച്ചെഴുതണം, പക്ഷേ അതിൽ പരിമിതികൾ കുറേ ഉണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്ന ഒരാളാണ്. കാരണം ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ വരെ വർക്ക് ചെയ്തതുകൊണ്ട് ചില കാര്യങ്ങൾ ബ്രിട്ടീഷ് സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു തുടർച്ചയാണല്ലോ നമ്മുടെ ഭരണ സംവിധാനവും നമ്മുടെ പിന്നെ എന്താ എല്ലാം അതിനെ ഒരു ഇന്ത്യൻ കണ്ടക്സ്റ്റിൽ എങ്ങനെയാവണം, അത് മാറിയ കാലം, അത് 10-70 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് മാറിയിട്ടുണ്ട് സാഹചര്യങ്ങൾ. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത വരാൻ തന്നെ കാരണം അതാണ്. പുതിയ IPC-ക്കും CRPC-ക്കും പകരമുള്ള നിയമങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു. കാരണം നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, നമ്മുടെ നാട്ടിലെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ശിക്ഷ, ഇതൊക്കെ കൊണ്ടുവരണം. ഇതേപോലെ സർക്കാരിന് പല പരിമിതികളുണ്ട്. ആ കാരണം സർക്കാരിൽ ഒരു ഡിസ്ക്രിയേഷൻ എന്ന് പറയുന്നത് സർക്കാരിൽ ആർക്കുമില്ല. വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള അധികാരം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതിൽ മറികടക്കാൻ ശ്രമിച്ച് ചിലപ്പോൾ സാധിക്കുമായിരിക്കും, പക്ഷേ തീരെ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് അങ്ങനെ ശ്രമിക്കാൻ എത്ര പേർക്ക് താല്പര്യം ഉണ്ടാവും, എത്ര പേര് ശ്രമിക്കും എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടുപിടിക്കേണ്ട ഒരു വിഷയമാണ്. ഭരണപരിഷ്കാര കമ്മീഷനുകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ ഈ ആസ്പെക്റ്റ് നോക്കിയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 3 MLA-മാർ മാത്രമുള്ള സാറിൻ്റെ
പാർട്ടിക്ക് പരിമിതികൾ ഒരുപാടുണ്ട്. പക്ഷേ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രം BJP ഭരിക്കുന്നിടത്തോളം കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു പാലമായിട്ട് നിങ്ങൾക്ക് 3 പേർക്ക് പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷെ അതിന് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണം. ഇപ്പോൾ ഞങ്ങളുടെ സഹായം കൂടി വേണം എന്ന് കാരണം സർക്കാരുകൾ തമ്മിലാണ് ബന്ധം. അതെ, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിനിടയിൽ പാർട്ടികളില്ല. MLA-മാരും ഭരണാധികാരികളില്ല. MLA-മാർ ലോ മേക്കേഴ്സാണ്. MLA-മാർക്ക് ഭരിക്കാനുള്ള അധികാരമൊന്നുമില്ല. ഈ മണ്ഡലത്തിൻ്റെ ഞാൻ പ്രതിനിധി മാത്രമാണ്. എനിക്ക് ഇവിടുത്തെ ഇഷ്യൂസ് ഭരണാധികാരികളുടെ മുന്നിലെത്തിക്കാൻ പറ്റും. എനിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിഷയം ബന്ധപ്പെട്ട ആൾക്കാരുടെ മുന്നിലെത്തിച്ച് അവരെ കൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തുക. അത്രേ എനിക്ക് വരുള്ളൂ. എനിക്കിവിടെ നേരിട്ട് ഇറങ്ങിയിട്ട് ഒരാളെയും പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് നേരിട്ട് അധികാരമില്ല. അത് ഒരു സ്ഥലത്തുമില്ല. എല്ലാ ലോ മേക്കേഴ്സും നിയമനിർമ്മാണ സഭയിലെ അംഗമാണ് അവർ. അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ എത്തിക്കുക, അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. അതാണ് ഇത്. അപ്പോൾ കേരളത്തിലെ 3 MLA-മാർ പ്രതിപക്ഷത്തെ 3 MLA-മാരാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ഇടപെടലുകളിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇനി ഇൻഫോർമലായിട്ട് ഞങ്ങളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ ഞങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഉപസമിതികൾ ഉണ്ടാവുക, പല തരത്തിലുള്ള വഴികളുണ്ടാവുമല്ലോ. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ 5 കൊല്ലം 10 കൊല്ലക്കാലം ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിലെ മന്ത്രിമാർ തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ കാണാൻ വരുമായിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ പിന്നെ കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ കാര്യം അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി വിഷയങ്ങൾ. പക്ഷെ അപ്പോഴും കേരള ഗവൺമെൻറ് ആ കാലത്തെടുത്ത സമീപനം രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കേരളത്തിലെ തുറമുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ ആ പരിപാടിയിൽ മുരളീധരനെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സമീപനം എടുത്തു. കാരണം അതിന് അവർ കണ്ടുപിടിച്ച ന്യായം എന്ന് വെച്ചാൽ മുരളീധരൻ കേരളത്തിലുള്ള ജനപ്രതിനിധിയല്ല. അല്ല, അത് സാങ്കേതിക ന്യായമാണ്. അപ്പോൾ സാങ്കേതിക ന്യായം അവർക്ക് പറയാൻ സൗകര്യമുള്ളൊരു ഒരു കാര്യമായിട്ട് വന്നതുകൊണ്ട് അവർ ആ സാങ്കേതികമായിട്ട് ആ ന്യായം പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുപ്പിക്കാത്തത്. പക്ഷെ മുരളീധരൻ മലയാളിയാണ്. മലയാളിയായിട്ടുള്ള മുരളീധരൻ്റെ കൂടി സഹായം കേരളത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുള്ള താല്പര്യം കേരളത്തിലെ കഴിഞ്ഞ 10 കൊല്ലക്കാലം ഭരിച്ച സർക്കാർ എടുത്തിട്ടില്ല. ഈ ഗവൺമെൻറ് ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. സുരേഷ് ഗോപിയുടെ സഹായം കേരളത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ ഈ സർക്കാർ ശ്രമിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഗുണമായിരിക്കും. ഇപ്പോൾ നമ്മൾ മോദിജിയുടെ കാര്യവും സുരേഷ് ഗോപിയുടെ കാര്യവും പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ BJP അധ്യക്ഷൻ, അദ്ദേഹത്തിന് BJPയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിക്കുന്നതിലും അല്ലെങ്കിൽ അതിനെ വളർച്ച കൊണ്ടുവരുന്നതിലും എത്രമാത്രം സ്വാധീനിക്കും? അദ്ദേഹം പുതിയൊരു ഒരു പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹം ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു ആംഗിളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ആംഗിളിലൂടെ ഒരു യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ മുഴുവൻ സമയവും രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ മാത്രം കാര്യങ്ങളെ സമീപിക്കുന്നവരല്ലാത്ത ഒരു സമൂഹമുണ്ട്. കേരളത്തിലും അങ്ങനെ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ നടപടികളോട് പ്രത്യേക താല്പര്യമുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടാവും. കാരണം ബാക്കിയുള്ളവരെല്ലാവരും ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, പരമ്പരാഗത ശൈലിയിൽ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അപ്പം ഞങ്ങൾ ചെയ്യുന്നതും വികസനം തന്നെയാണ്. പക്ഷെ അദ്ദേഹം ആ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കോർപ്പറേറ്റ് അല്ല, ഒരു ഡെവലപ്മെൻ്റൽ ഓറിയൻറ്റഡ്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയാണ്, അതിലൂടെ വേറൊരു സെക്ഷൻ കൂടി BJP ആയിട്ട് അടുത്ത് വരികയാണ്. ബാക്കിയുള്ളവർ അതുകൊണ്ട് ഇല്ലാതാവുന്നില്ല. ആ ഒരു അഡീഷണൽ ആംഗിളിലുള്ള ഒരു ബെനിഫിറ്റ് ഒരു പുതുതലമുറ വരുന്നു. ഡെഫിനറ്റ്ലി. അപ്പോൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ എന്നാണ് BJPക്ക് കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടാവുക? എനിക്ക് തോന്നുന്നത് അധികം താമസിയാതെ അതുണ്ടാവും. NDA ആണ് നാച്ചുറലായിട്ട്. കാരണം ഞങ്ങൾക്ക് സഖ്യകക്ഷികളൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ മാത്രമായിട്ടല്ലല്ലോ. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത
ഈ നിയമസഭയുടെ കാലാവധിയിൽ ഞങ്ങൾ 3 പേരിൽ ഉള്ള വലിയൊരു ഉത്തരവാദിത്വം, ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു ഓൾട്ടർനേറ്റ് മോഡൽ ആളുകളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വിജയിക്കാൻ കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് ജനങ്ങൾ BJP വിശ്വാസത്തിലെടുത്തുകൊണ്ട് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം വരും. അപ്പോൾ ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലൊന്നും അങ്ങനൊരു സാഹചര്യമില്ലായിരുന്നു. രാജഗോപാൽ ഒറ്റക്കായിരുന്നു. അതെ അതെ, ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന് വളരെ പരിമിതികളുണ്ട്. നിങ്ങൾ 3 പേർക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലും വളരെ സീനിയർ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം അങ്ങനെ ഒരു ഫൈറ്റിംഗ് അപ്രോച്ച് എടുത്തിട്ടുമില്ല. ഞങ്ങൾ നിയമസഭയിൽ എടുക്കുന്ന അപ്രോച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ സർക്കാരിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞങ്ങൾ പ്രോ കേരള അപ്രോച്ച് എടുക്കും. ബാക്കി കാര്യങ്ങളിൽ ഈ 2 കൂട്ടരും കഴിഞ്ഞ ഞങ്ങൾ 102-38 എന്നുള്ള ഒരു ഗണിതം ഉള്ളപ്പോൾ തന്നെ 137-3 എന്നുള്ള വേറൊരു ഗണിതം കൂടിയുണ്ട്. അതാണ് ഈ FCRA നിയമത്തിൽ നമ്മൾ കണ്ടത്. FCRA നിയമത്തിൽ സഭയിലുണ്ടായിരുന്ന 111 പേർ ഒരുമിച്ച് വോട്ട് ചെയ്തു, ഞങ്ങൾ 2 പേർ മറുവശത്ത് വോട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞങ്ങൾ ഈ 132-38-38-നകത്ത് ഒരു ബ്രാക്കറ്റിൽ 3 ഞങ്ങൾ എന്നുള്ള ഗണിതത്തിനപ്പുറത്ത് 137-3 എന്നുള്ള ഗണിതമാണ് വാസ്തവത്തിൽ. ആ 137-3 എന്നുള്ള ഗണിതത്തിൽ 3 വർദ്ധിപ്പിക്കാൻ എങ്ങനെ സാധിക്കും? അപ്പോൾ 137 വേഴ്സസ് 3 എന്നുള്ള ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇപ്പോൾ കഴക്കൂട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും ഒരു ഹൈടെക് മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ടെക്നോ പാർക്ക് പോലുള്ളൊരു വലിയ പ്രസ്ഥാനം ഉള്ളപ്പോൾ ഒരുപാട് പേര് ആ മേഖലയിൽ പ്രവർത്തിക്കുകയും അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ വേണ്ടുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു നല്ല മറ്റൊരു മുഖം, ഒരു വേറിട്ട മുഖം തന്നെയാണ് കഴക്കൂട്ടത്തിനെ. അപ്പം നമ്മൾ ഏത് സർവ്വവിഭാവനം ചെയ്യുന്ന ഒരു കഴക്കൂട്ടം, ഒരു കഴക്കൂട്ടം ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. കാരണം തിരുവനന്തപുരമുണ്ട്, അതിൻ്റെ അകത്തായിട്ട് വേണമെങ്കിൽ വരും. പക്ഷേ തിരുവനന്തപുരത്തിനപ്പുറത്ത് വേറൊരു ഭാഗം. അപ്പം അങ്ങനെയുള്ളൊരു സാറ്റലൈറ്റ് സിറ്റി, സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സിറ്റി, അതിന് ധാരാളം പരിമിതികൾ. കാരണം 85,000 പേര് ജോലി ചെയ്യുകയാണ് കഴക്കൂട്ടത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു സാധാരണ മുനിസിപ്പാലിറ്റിയേക്കാൾ എത്രയോ വലുതാണിത്. അപ്പോൾ കഴക്കൂട്ടം ഒരു സെപ്പറേറ്റ് അർബൻ ബോഡി തന്നെ ആകാൻ പറ്റുന്ന ഒരു ഇതാണ്. കഴക്കൂട്ടം മുനിസിപ്പാലിറ്റി ആവാൻ പറ്റില്ല. കഴക്കൂട്ടം മുനിസിപ്പാലിറ്റി ആവുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ന്യൂ തിരുവനന്തപുരം കോർപ്പറേഷൻ ആവേണ്ടി വരും, അല്ലെങ്കിൽ കഴക്കൂട്ടം സെപ്പറേറ്റ് ഒരു കോർപ്പറേഷൻ ആവേണ്ടി വരും. ശരിക്കും കഴക്കൂട്ടത്തിന് ആവശ്യമുള്ള ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കഴക്കൂട്ടത്ത് ഒരു പാർക്ക് പോലും ഇല്ല, ഒരു കമ്മ്യൂണിറ്റി ഹാളില്ല. അപ്പോൾ കഴക്കൂട്ടത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ്. ഈ അടുത്ത കാലത്ത് നമുക്കൊരു ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല അവിടെ. ഈ ബൈപ്പാസ് റോഡ് തന്നെ വന്നിട്ട് അതാണ് അവിടുത്തെ ഈ ബൈപ്പാസ് കാരണം ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം. കഴക്കൂട്ടം ഒരു എക്കണോമിക് ആക്ടിവിറ്റി കഴക്കൂട്ടത്ത് വർദ്ധിച്ചു. കാരണം നേരത്തെ ഈ ഭയങ്കര കൺജഷൻ അനുഭവിച്ചിരുന്ന ഒരു പ്രദേശമാണ്, ട്രാഫിക് ബ്ലോക്ക്. അപ്പോൾ അത് കാരണം കഴക്കൂട്ടത്ത് ഷോപ്പിങ്ങിന് വേണ്ടി ആർക്കും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇനി ആ ഹൈവേ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ കഴക്കൂട്ടം തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല ഷോപ്പിംഗ് സെൻറ്റർ, ഒരു മോഡേൺ ഷോപ്പിംഗ് സെൻറ്റർ. ഇപ്പോൾ എല്ലാ മേജർ ബ്രാൻഡുകളും ഇപ്പോൾ കഴക്കൂട്ടത്ത് വന്നു തുടങ്ങി. അപ്പോൾ നാളെ ആൾക്കാർ തിരുവനന്തപുരത്ത് ഷോപ്പിങ്ങിന് വേണ്ടി എവിടെ പോകണം? കുറവംകുളത്തോ അല്ലെങ്കിൽ ഈ പട്ടം സൈഡിലൊക്കെ വരുന്നതിനേക്കാളും നാളെ കഴക്കൂട്ടത്ത് വരും. കാരണം സ്പേസ് ഉണ്ട്, ഡെവലപ്പ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് അനുസരിച്ചിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ വർദ്ധിക്കും. അതെ. അപ്പം ഈ പ്ലാനിങ്ങിൻ്റെ ഒരു അഭാവം, കാരണം പലപ്പോഴും അനധികൃത നിർമ്മാണങ്ങൾ നടക്കാറുണ്ട്. ഈ ഡെവലപ്പ് ചെയ്യുന്ന ഏരിയകളിലാണ് അത് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ കോർപ്പറേഷനിൽ തന്നെ മേയറൊക്കെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടുതൽ നടത്തുന്നുള്ളതായിട്ടൊക്കെ അവിടേക്ക് വായിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ദീർഘവീക്ഷണത്തോടുള്ള ഒരു പ്ലാനിങ് പലപ്പോഴും നമ്മൾ ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ഒരു 2036
വിഷൻ 2036. അത് ആരുടെയാണ്? BJPയുടെ സാറിൻ്റെ കഴക്കൂട്ടം ഫോക്കസ് ചെയ്തുകൊണ്ട് 10 വർഷത്തെ ഒരു ടാർഗറ്റ്. അതിലെന്തൊക്കെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള തരത്തിലൊരു ബ്രോഡ് ഔട്ട്ലൈൻ, ഒരു വിഷൻ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് തടസ്സങ്ങൾ? അല്ല, തടസ്സങ്ങളല്ല, സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയേ പറ്റുള്ളൂ. അതാണ് ചോദിച്ചത്. അപ്പോൾ സർക്കാരിനെ ആ കാര്യത്തിൽ സർക്കാരിനെ പ്രേരിപ്പിക്കണം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. കോർപ്പറേഷൻ്റെ പങ്കാളിത്തം ഉണ്ടാവണം. അതിലൂടെ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് 1-2 വിവാദങ്ങളെക്കുറിച്ച്, ഒരു മിഠായി വിതരണത്തിൻ്റെ ഒരു വിവാദം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായി. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ? അത് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കി പറയുക എന്നല്ലാതെ അതിന് വേറെ കാര്യമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ അവഗണിക്കുകയാണ് പതിവ്. വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം ഒന്ന്, എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം എന്നെ അറിയുന്ന ആരും ഉന്നയിക്കില്ല. പിന്നെ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്കും അവർ കുറച്ച് ദിവസം അതുകൊണ്ട് നടന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ മതിയാക്കി. ജനങ്ങളാരും അതിനെ മുഖവിലക്കെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വലിയ ആശങ്കയും എനിക്കില്ല. ഈ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ചിലപ്പോൾ ആനന്ദം കണ്ടെത്തുന്ന ചില നിമിഷങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു ചോദ്യം, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൻ്റെ രസം എന്താണ്? നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഫലം ജനങ്ങൾക്ക് കിട്ടുന്നു എന്ന് അറിയുമ്പോൾ അതുകൊണ്ട് അവരുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. കാരണം ആൾക്കാർ പല കാര്യങ്ങൾക്ക് നമ്മളെ സമീപിക്കുകയും അത് നടക്കുകയും ആ നടന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് സന്തോഷമുണ്ടായി. അപ്പോൾ അവർ നമ്മളെ അവരുടെ കുടുംബത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് കണക്കാക്കുന്ന സാഹചര്യം. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ പറയും, സാറ് ഇടപെട്ടിട്ടാണ് എനിക്ക് വീട് കിട്ടിയത്, സാർ ഇടപെട്ടിട്ടാണ് എനിക്ക് ഈ കാര്യം നടന്നത്. ഇപ്പോൾ നമ്മുടെ മന്ത്രിയായിരുന്ന കാലത്ത് സാറ് ഇടപെട്ടിട്ടാണ് എനിക്ക് എൻ്റെ മകൻ അവിടെ നിന്ന് തിരിച്ചു വന്നത്. അങ്ങനത്തെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത്, വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത്, കോവിഡിൻ്റെ കാലത്ത് അത്തരത്തിലുള്ള നിരവധി 100 ഉദാഹരണങ്ങൾ. അന്ന് കോവിഡ് കാലം കൂടെയായിരുന്നു. ചില ആളുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാണാതെ തന്നെ അവർ മെസ്സേജ് അയക്കുകയോ ഫോൺ ചെയ്ത് പറയുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് ചെയ്തു. പിന്നീട് ഏതെങ്കിലും വേദിയിൽ വെച്ച് കാണുമ്പോൾ ആണ് അവർ പറയുന്നത്, ഞാൻ സാറിനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു, അന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, ഈ കാര്യം നടന്നു, ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകം നന്ദിയുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സാർ, ഒരു സമയം ഒരു നാൾ ഇവിടം വിട്ടു പോകുമ്പോൾ ഇവിടുത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിനിടയിൽ ഏതെങ്കിലും ഒരു ഓർമ്മ മാത്രം കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവം പറഞ്ഞാൽ ഏത് ഓർമ്മയായിരിക്കും സാർ ഇവിടുന്ന് കൊണ്ടുപോകുക? ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് ആ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു, അതിലുള്ള സംതൃപ്തി, ആ ഓർമ്മയാണ് സാറിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരിക്കലും ഒരു മടുപ്പോ നിരാശയോ ഒന്നും തോന്നിയിട്ടില്ല ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ? അങ്ങനെ തോന്നേണ്ട, കാരണം നമ്മൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ശ്രമിക്കുന്നു. ഇന്നത് കിട്ടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലാണല്ലോ അത് കിട്ടാതിരിക്കുമ്പോഴുള്ള വിഷമം. അങ്ങനെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്. ചിലപ്പോൾ ചില തിരിച്ചടികൾ, നമ്മൾ നല്ലത് ചെയ്തിട്ടും അത് നല്ലതായിട്ട് അംഗീകരിക്കപ്പെടാതിരിക്കുക, അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണാനുള്ള പക്വത എനിക്കുണ്ട്. അതൊക്കെ കാരണം ഞാൻ ഒരു 45 വർഷമായിട്ട് പൊതുപ്രവർത്തനത്തിലുള്ള ഒരാളാണ്. ഞാൻ ദേശീയ തലത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. കേന്ദ്ര സർക്കാരിനെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മാത്രമല്ല, ലോകത്തിലെ 10-45 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇത്തരം വ്യക്തിപരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും വ്യക്തിപരമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അതൊരു പൊളിറ്റിക്കൽ ഇതാണ് എന്ന്, കാരണം ഈ